നമസ്കാരം, ഞാൻ ശൈലേഷ്. ട്രാവലിംഗ് ബാൻഡിറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഊട്ടിക്കടുത്തുള്ള അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവലാഞ്ചി എന്ന് പറയുന്നത് കൂടുതലും കൃഷിത്തോട്ടങ്ങളാണ്. മനോഹരമായ സ്ഥലമാണ് അവലാഞ്ചി. ഒരുപാട് പേരങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം. ആർക്കും അത്ര പിടിയില്ല ഈ അവലാഞ്ചി എവിടെയാണെന്ന്. ഊട്ടിയിൽ നിന്ന് നമുക്കൊരു 25 കിലോമീറ്റർ 26 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവലാഞ്ചിയിലെത്താൻ പറ്റും. ഈ അവലാഞ്ചിയിലേക്ക് വരുന്ന ദൂരം മൊത്തവും 26 കിലോമീറ്ററും കൃഷിത്തോട്ടങ്ങളാണ്. നല്ല രസകരമായ കാഴ്ചകളാണ്. ക്യാരറ്റും ബീറ്റ്റൂട്ടും കോളിഫ്ലവർ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ കോളിഫ്ലവർ എന്നുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതാണ് രസം. അപ്പോൾ മനോഹരമായ സ്ഥലമാണ്. ഊട്ടിയിൽ വരുന്നവരെല്ലാവരും ആ സ്ഥലം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ മറന്നു പോയത്. ബെസ്റ്റ് സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ഫോറസ്റ്റിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് പഴയ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് ബംഗ്ലാവാണ്. ഇപ്പോൾ അത് ഫോറസ്റ്റ് അധീനതയിലാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഒരു വ്യൂവും വളരെ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം, കിടു സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും വളരെ അതായത് യൂക്കാലിപ്റ്റസ് പോലുള്ള ട്രീസാണ് കൂടുതൽ. അക്കേഷ്യ, പിന്നെ കാറ്റാടി മരം, ഇങ്ങനെയുള്ള മരങ്ങളാണ് കൂടുതലുമുള്ളത്. ഒരു പഴയകാല ചരിത്രത്തിലേക്ക് പോകുന്നതായിട്ട് തോന്നും നമുക്കിവിടെ വന്ന് വണ്ടി ഓടിച്ച് കയറി വരുമ്പോൾ. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ കാണിച്ചു തരാം. ഈ ബിൽഡിംഗ് ഇരിക്കുന്നതിൻ്റെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. രസകരമായൊരു സ്ഥലം. ഇവിടെ എനിക്കൊന്ന് പബ്ലിക്കിന് അലൗഡല്ല എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോൾ നമ്മുടെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയത്. പക്ഷേ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഏതാ എൻ്റെ ഈ പിന്നിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളും കൃഷിത്തോട്ടങ്ങളാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ ക്യാരറ്റ്, കോളിഫ്ലവർ, പൊട്ടറ്റോ ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. മൊത്തം കൃഷി ഏരിയയാണ് ഈ അവലാഞ്ചിലേക്ക് പോകുന്ന വഴി ഊട്ടിയിൽ നിന്ന്. ഒരു വാലി മൊത്തവും കൃഷിത്തോട്ടങ്ങളാണ്. ഇതെല്ലാം പോകുന്ന വഴി കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അടിപൊളി സ്ഥലം, നോക്കാൻ ഒരു രക്ഷയുമില്ലാത്ത സ്ഥലമാണ്. നല്ല ബെസ്റ്റ് കിടു കാണേണ്ട സ്ഥലം തന്നെയാണ്. ഓൺ ദി വേ ടു അവലാഞ്ചി. ഭയങ്കര ഭംഗി തന്നെ, ബ്യൂട്ടിഫുൾ.
ലോണെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എൻ്റെ ബാക്ക് സൈഡ് മൊത്തം വച്ച് പിടിപ്പിച്ചതുപോലെയാണ് കിടക്കുന്നത്. ഇവിടെ നിറച്ച് കാട്ടുപോത്തായിരുന്നു. കുറച്ച് എടുക്കാൻ പറ്റിയ കാട്ടുപോത്തിനെ ഒരു 3-4 കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ വഴിയിലൊക്കെ ഒരു ഗ്രൂപ്പ് ഒരു 10-20-25 കാട്ടുപോത്തുകൾ പോകുന്ന വഴിയുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുക ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയതൊരു ഭാഗ്യം തന്നെയാണ്. അവരെയും ശല്യം ചെയ്യരുത്, നമ്മളും അവരെ ശല്യം ചെയ്യാതെ വണ്ടിയിലിരുന്നു ഒക്കെ കാണാൻ പറ്റി. ഇങ്ങനൊരു സ്ഥലം വന്നുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങി നടക്കാൻ തോന്നി. അപ്പോൾ നമ്മളെ കൂടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ധാരാളം പൈൻ ട്രീ അവരാണല്ലോ കൊണ്ടുവന്നത്. ഇതെല്ലാം പൈൻ ട്രീകളാണ്. ഏതാണ്ട് 100 അതിന് മുകളിൽ വർഷം പഴക്കമുള്ള പൈൻ ട്രീകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ പൈൻ ട്രീ ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിൻ്റെ ഇലകളും ആ ഒറ്റ തടിയായിട്ട് പോകുന്ന ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഇതെല്ലാം പൈൻ ട്രീകളാണ്. അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിവിടെ ധാരാളമുണ്ട്. ഇവിടെ ഇങ്ങനെ കാട്ടിനകത്തോട്ടൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ട്. വലിയ മരങ്ങളാണ്. ഒരു പ്രത്യേക ഇവിടുത്തെ കാലാവസ്ഥയും കാറ്റും തണുപ്പും എല്ലാം കൂടെ ഈ മരം കൂടെയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇത് പ്രത്യേക ഭംഗിയാണ് ഈ പൈൻ ട്രീ. എൻ്റെ ഈ പിന്നിൽ കാണുന്ന സ്ഥലമാണ് ഊട്ടിക്ക് അടുത്തുള്ള അവലാഞ്ചി. ഊട്ടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തെത്താം. ഇതാണ് അവലാഞ്ചി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വണ്ടിയെടുത്ത് കോളിഫ്ലവർ, ഷോലൈ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകുന്നവരും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അവരുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഈ വണ്ടിയിലായിരിക്കും. എല്ലാം ഓഫ് റോഡ് സ്ഥലങ്ങളാണ്. അപ്പോഴും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതിനിപ്പുറം വണ്ടികൾ കടത്തി വിടുന്നതല്ല. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയുള്ള സ്ഥലങ്ങളാണ്. പബ്ലിക്കിന് ഇവിടം വരെ വരാനുള്ള അതോറിറ്റി ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും വണ്ടി കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് ഫോർ വീലർ വണ്ടികളൊക്കെ എടുത്ത് റെൻറ്റിനെടുത്ത് നമ്മൾ അത്യാവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനുള്ള സ്ഥലത്തെല്ലാം പോയിട്ട് തിരികെ ഇവിടെ വരാം. പിന്നെ ഇവിടെ ഒരു അവലാഞ്ചിയിൽ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് വന്ന് ജീപ്പ് എടുത്ത് പോകുന്നതിന് ഒരു ജീപ്പിന് 2000 അല്ലെങ്കിൽ ഒരാൾക്ക് 250 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടുന്ന് 6 കിലോമീറ്റർ നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയ സ്ഥലം വരെ ഇവർ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും. അവിടെയെല്ലാം കാണിച്ച് അവർ തിരിച്ചു കൊണ്ടുവരും. ഒരു ഓഫ് റോഡ് ട്രിപ്പ് എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഇതാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റ്. പിന്നെ നല്ലൊരു കൂൾ വെതറാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു ചിലപ്പം മിസ്റ്റ് വരും, നല്ല തണുപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് അവലാഞ്ചിയുടെ വിശേഷങ്ങൾ. മിസ്റ്റിൽ പൊതിഞ്ഞ് നിൽക്കുന്ന അവലാഞ്ചിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് പെട്ടെന്നായിരുന്നു മിസ്റ്റ് വന്നത്. ഒരു ഭീകര ഭംഗിയായിട്ട് മാറി. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു പുകമയം മിസ്റ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ സ്ഥലം. ഒരു വൈബ് തന്നെയാണ് കേട്ടോ, അടിപൊളി.